കായിക മേഖലയ്ക്ക് പ്രചോദനമേകി നിർമ്മിക്കുന്ന പുതിയ ഗ്രൗണ്ടിന്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ഓണത്തിന് മുൻപ് തന്നെ പണികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുവാനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യം. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷികോത്സവത്തിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് ബേബി ഫ്രണ്ട്ലി, അതായത് ശിശു സൗഹൃദ പഞ്ചായത്ത് എന്ന വിഷയമേഖലയ്ക്കാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അംഗനവാടികളും അതുപോലെ തന്നെ സ്മാർട്ട് അംഗനവാടികളാക്കുന്ന അടക്കമുള്ള പ്രോഗ്രാമുകൾ നടന്നു വരികയാണ്. തിരുവല്ലാമല LP സ്കൂളിൽ ഇതിന്റെ ഭാഗമായ ഒരു ഗ്രൗണ്ടിന്റെ പണി പൂർത്തീകരിച്ചു വരികയാണ്. തിരുവല്ലാമലയെ സംബന്ധിച്ച് യുവാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മൈതാനത്തിന്റെ കുറവ് തീർച്ചയായും ഉണ്ടായിരുന്നു. അതിന് ഈ ഗ്രൗണ്ട് പണി പൂർത്തീകരിക്കുന്നതോടുകൂടെ ഒരു സഹായമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് 18 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ചെറിയ പണികൾ കൂടി ബാക്കി പൂർത്തീകരിക്കാൻ വേണ്ടിയുണ്ട്. എന്തായാലും ഈ മാസത്തോടുകൂടി, മഴ അവസാനിക്കുന്നതോടുകൂടി ഓണത്തിന് മുമ്പ് തന്നെ ഇത് യുവാക്കൾക്കും കുട്ടികൾക്കുമായി തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ടറഫിന്റെ മോഡലിൽ ആണ് ഗ്രൗണ്ടിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ബേസ്മെന്റ് ഒരുപക്ഷെ ടറഫ് പോലെ ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കുട്ടികൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും ഒക്കെ അവരുടെ കായിക പരിശീലനത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഈ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ. തിരുവല്ലാമല കാട്ടുകുളം GLP സ്കൂൾ മൈതാനത്തിലാണ് കായിക കുതിപ്പിനായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. 2025-26 വർഷത്തെ പദ്ധതി പ്രകാരം 18 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് പ്രവർത്തികൾ നടന്നുവരുന്നത്. ഓണത്തിന് മുൻപ് തന്നെ പണികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുവാനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ലക്ഷ്യം. ടർഫ് ഗ്രൗണ്ട് ആണ് നിർമ്മിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഒരുപോലെ ഗുണപ്രദമായ രീതിയിൽ കായിക വികാസം ഉദ്ദേശിച്ച് നിർമ്മിക്കുന്ന ഗ്രൗണ്ട് തികച്ചും സൗജന്യമായി ഏവർക്കും ഉപയോഗിക്കാം എന്നതാണ് പ്രത്യേകത എന്ന് വൈസ് പ്രസിഡന്റ് M. ഉദയൻ അറിയിച്ചു. ഇത് വളരെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും ഒക്കെ കായിക പരിശീലനത്തിന് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് പ്രൈവറ്റ് അക്കാഡമികളിലോ ടർഫുകളിലോ ഒക്കെ പോകുമ്പോൾ അവിടെ മണിക്കൂറിന് വാടകയോ അല്ലെങ്കിൽ ദിവസവാടകയോ ഒക്കെ കൊടുക്കേണ്ടി വരും. ഇത് പൂർണ്ണമായി സൗജന്യമായി എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. ഇത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്.